കഴിഞ്ഞ 2 ദശാബ്ദത്തിലേറെയായി ഏഷ്യൻ മേഖലയിൽ, പ്രത്യേകിച്ച് ദക്ഷിണ ഏഷ്യൻ മേഖലയിലെ സുപ്രധാന ചർച്ചകളിലൊന്നാണ് ലോകത്തിലെ 6ാമത്തെ പ്രഖ്യാപിത ആണവശക്തിയായ ഇന്ത്യയുടെ അണ്വായുധ നയം. 1998 ഓപ്പറേഷൻ ശക്തി പരീക്ഷണത്തിലൂടെ ആണവശക്തിയായ ശേഷം ഇന്ത്യ സ്വീകരിച്ച ആദ്യം ഉപയോഗിക്കില്ല അഥവാ നോ ഫസ്റ്റ് യൂസ് എന്ന നയം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതുമാണ്. അത്യധികം പ്രശംസനീയമായ ഈ സവിശേഷ നയം അനുസരിച്ച് ഇന്ത്യ ഒരു രാജ്യത്തിനെതിരെയും ആദ്യം ആണവായുധം പ്രയോഗിക്കില്ല. എന്നാൽ ശത്രുക്കൾ രാസായുധങ്ങളോ ജൈവായുധങ്ങളോ ഉപയോഗിച്ച് ഇന്ത്യയെ ആക്രമിച്ചാൽ അവർക്കെതിരെ ആണവായുധം ഉപയോഗിക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ട് എന്നാണ് നിയമവും. എന്നിരുന്നാലും ഇന്ത്യൻ പരമാധികാരത്തിനും അഖണ്ഡതയ്ക്കും കഴിഞ്ഞ കാലങ്ങളിൽ സമ്മാനിക്കപ്പെട്ട ചില വെല്ലുവിളികളെ മുൻനിർത്തി ഈ നയത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്നുള്ള അഭിപ്രായങ്ങൾ രാജ്യത്തിനുള്ളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. 2025 ഇന്ത്യ പാകിസ്ഥാൻ സൈനിക സംഘർഷത്തിന് ശേഷം പ്രസ്തുത വിഷയം വീണ്ടും ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ ചർച്ചയുമാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ ആണവായുധ നയം ഇന്ത്യ പുനഃപരിശോധിക്കുമോ എന്നത് ഗൗരവമായൊരു ചോദ്യമായി നിലനിൽക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ അത്തരമൊരു സാഹചര്യം ഇന്ത്യയുടെ അണ്വായുധ നയത്തിൽ മാറ്റങ്ങൾ വരുത്തുമോ എന്നതിനെ പറ്റിയാണ് ചാണക്യൻ്റെ പുതിയ വീഡിയോ. ഒപ്പം ഈ നയത്തിന് അനുകൂലവും പ്രതികൂലവുമായ വാദങ്ങളെക്കുറിച്ചും നമുക്ക് കൂടുതലായി അടുത്തറിയാം. ഏതുതരം ആണവായുധങ്ങളും, അത് ഫിഷൻ ബോംബോ ഫ്യൂഷൻ ബോംബോ ആണെങ്കിൽ കൂടിയും, ആദ്യം ഉപയോഗിക്കില്ല എന്നൊരു സുവ്യക്ത നയം കഴിഞ്ഞ 2 ദശാബ്ദത്തിലേറെയായി പിന്തുടർന്നു വരുന്ന ലോകത്തിലെ എണ്ണം പറഞ്ഞൊരു അണ്വായുധ ശക്തിയാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ വളരെ കൃത്യവും വ്യക്തവുമായ ഈ നിലപാടിനെ തങ്ങളുടെ ദേശീയ പ്രതിരോധ തന്ത്രത്തിൻ്റെ ഒരു നിർണായക ഘടകമായിട്ടാണ് ഇന്ത്യ കണക്കാക്കുന്നത് എന്നാണ് ന്യൂഡൽഹിയുടെ ന്യായം. വ്യവസ്ഥാപിതമായ ഈ സുരക്ഷാ നയത്തിന് പിന്നിൽ ദീർഘവീക്ഷണത്തോടു കൂടിയ ഒട്ടനവധി തത്വങ്ങളും ലക്ഷ്യങ്ങളുമാണ് രാജ്യം രേഖപ്പെടുത്തിയിട്ടുള്ളതും. സ്വന്തം ആണവായുധങ്ങൾ ശത്രുക്കൾക്കെതിരെയുള്ള തങ്ങളുടെ ഒരു സുപ്രധാന പ്രതിരോധ ആയുധമായി വിലയിരുത്തുന്ന ഇന്ത്യക്ക് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുന്നതിൽ ഉറച്ച പ്രതിബദ്ധതയാണ് ഉള്ളതെന്ന് ഈ നയരേഖയിലെ ആദ്യ നിയമം അടിവരയിട്ട് പറയുന്നു. ഉത്തരവാദിത്തമുള്ള ഒരു അണ്വായുധ മഹാശക്തി എന്ന നിലയിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇന്ത്യയുടെ പ്രതിച്ഛായ ഉയർത്താൻ ഈ നയം രാജ്യത്തെ കുറേയധികം സഹായിച്ചിട്ടുമുണ്ട്. ആണവായുധങ്ങൾ ആദ്യം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകാവുന്ന വിനാശകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ള ഇന്ത്യ തൽഫലമായി തന്നെ അങ്ങനെയൊരു സാഹചര്യം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കുമെന്നാണ് ഈ നയം ഉറപ്പു നൽകുന്നത്. 2ാമത്തെ നിയമം അനുസരിച്ച് ഈ നിലപാട് ഇന്ത്യയുടെ തന്ത്രപരമായ സുരക്ഷാ ആവശ്യകതകളെ പൂർണ്ണമായും അവഗണിക്കുന്നില്ല. മറിച്ച് ശത്രുക്കൾ ഇന്ത്യക്കെതിരെ വിപുലമായ രീതിയിൽ ഒരു ആണവാക്രമണം നടത്തിയാൽ അതിന് തക്ക മറുപടി എന്നോണം അവർക്കെതിരെ ആണവായുധങ്ങൾ ഉപയോഗിച്ച് രാജ്യം ഒരു അതിശക്ത തിരിച്ചടി നൽകണമെന്ന് ഇത് വിഭാവനം ചെയ്യുന്നു. മാത്രമല്ല, ഇന്ത്യൻ സൈന്യത്തിന് നേരെ വിനാശകരമായ രാസായുധങ്ങളോ ജൈവായുധങ്ങളോ വൈരികൾ പ്രയോഗിച്ചാൽ ആദ്യമായി ആണവായുധം ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയും ഈ നയം നിലനിർത്തുന്നു. ക്രെഡിബിൾ മിനിമം ഡിറ്ററൻസ് അഥവാ വിശ്വസനീയമായ ഏറ്റവും കുറഞ്ഞ പ്രതിരോധം എന്ന സവിശേഷ തത്വത്തിൽ ഊന്നിയാണ് ഇന്ത്യയുടെ ആണവായുധ നയം രൂപപ്പെടുത്തിയിരിക്കുന്നത്. എന്നതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് ഒരു മറുപടി പ്രഹരം ഏൽപ്പിക്കാൻ പര്യാപ്തമായ അത്രയും ആണവായുധങ്ങൾ ഇന്ത്യയുടെ പക്കലുണ്ടായിരിക്കണമെന്നാണ് വ്യവസ്ഥയും. എന്നാൽ കാലങ്ങളായുള്ള ഈ ഇന്ത്യൻ നയത്തിനെതിരെ കടുത്ത ചില വിമർശനങ്ങളും രാജ്യത്തുണ്ടെന്നതാണ് സത്യം. പാകിസ്ഥാനെ പോലെ തെമ്മാടിയായ ഒരു അയൽ രാജ്യം ഇന്ത്യക്ക് മേൽ ആദ്യം ആണവായുധം ഉപയോഗിക്കാനുള്ള സാധ്യത എപ്പോഴും ഉയർത്തുന്ന ഒരു സാഹചര്യത്തിൽ ആദ്യം അണ്വായുധം ഉപയോഗിക്കില്ല എന്ന ന്യൂഡൽഹിയുടെ നയം തന്ത്രപരമായൊരു പോരായ്മയായി ഒട്ടുമിക്ക സുരക്ഷാ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. പരമ്പരാഗത യുദ്ധത്തെ അപേക്ഷിച്ച് ഒരു ആണവ യുദ്ധത്തിലൂടെ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് തോന്നിയാൽ പാകിസ്ഥാൻ ആദ്യം ആണവായുധം ഉപയോഗിച്ചേക്കാം എന്ന ഭയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആദ്യം അണ്വായുധം ഉപയോഗിക്കില്ല എന്ന ഇന്ത്യയുടെ നയം മാറ്റണമെന്നാണ് ഇവരുടെ വാദവും. 2025 മെയ് 7 പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പരിമിത സൈനിക സംഘർഷമുണ്ടായെങ്കിലും ഭാവിയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു വലിയ യുദ്ധത്തിനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ സാധിക്കില്ല. ഈ രാഷ്ട്രങ്ങളും ചരിത്രപരമായി തന്നെ അന്യോന്യം കടുത്ത ശത്രുക്കളാണ് എന്നത് തന്നെയാണ് ഇതിന് കാരണവും. ഇന്ത്യക്കും പാകിസ്ഥാനും പങ്കിടുന്ന അതിർത്തിയിലെ പ്രശ്നങ്ങൾ, ഇന്ത്യയിൽ പാക് പിന്തുണയോടുകൂടി നടത്തപ്പെടുന്ന തീവ്രവാദം, രാഷ്ട്രീയപരമായ ഭിന്നതകൾ എന്നിവയെല്ലാം പലപ്പോഴും ഈ 2 രാജ്യങ്ങൾക്കുമിടയിൽ വലിയ തോതിലുള്ള പിരിമുറുക്കങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. വരും കാലത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ ഒരു സംഭവം, അത് അതിർത്തി ലംഘനമാകാം അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു തീവ്രവാദ ആക്രമണമാകാം, ഇന്ത്യയെയും പാകിസ്ഥാനെയും വീണ്ടും ഒരു വിപുല യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. പരമ്പരാഗത ആയുധങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യക്ക് മുൻതൂക്കമുണ്ടെങ്കിലും പാകിസ്ഥാന്റെ പക്കലുള്ള ആണവായുധങ്ങൾ പ്രസ്തുത യുദ്ധഗതിയെ തന്നെ സ്വാധീനിച്ചേക്കാം. 1999 കാർഗിൽ യുദ്ധത്തിലും പിന്നീട് 2001 സൈനിക വിന്യാസത്തിലും ഇരു രാജ്യങ്ങളും ഒരു ആണവ യുദ്ധത്തിൻ്റെ വക്കിലെത്തിയിരുന്നു. 2025 മെയ്യിലും സമാനമായൊരു സാഹചര്യം ഉടലെടുത്തിരുന്നുവെങ്കിലും പാക് അണ്വായുധ ഭീഷണിയെ ഭയക്കാതെ പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ ആക്രമണം നടന്നിരുന്നു.
എന്നാൽ ഇതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് പാകിസ്ഥാൻ വരും കാലത്ത് ഇന്ത്യക്കെതിരെ ഒരു മുൻകൂർ ആണവ പ്രഹരം നടത്താൻ മടിക്കില്ല എന്നാണ് ചില ഇന്ത്യൻ പ്രതിരോധ വിദഗ്ധരുടെ നിഗമനം. സംഭവ്യമായേക്കാവുന്ന ഒരു വലിയ യുദ്ധത്തിൽ ഇന്ത്യയുടെ സൈനിക മുന്നേറ്റത്തെ തടയാനോ അല്ലെങ്കിൽ തങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കാതിരിക്കാനോ ഇസ്ലാമാബാദ് ഇങ്ങനെയൊരു നീക്കം നടത്തിയേക്കാമെന്നും ഇവർ അനുമാനിക്കുന്നു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ആദ്യം ആണവായുധം ഉപയോഗിക്കില്ല എന്ന ഇന്ത്യയുടെ നയം എത്രത്തോളം പ്രായോഗികമായിരിക്കുമെന്നത് ഒരു വലിയ ചോദ്യമാണ്. പാകിസ്ഥാൻ ആദ്യം ആണവായുധം ഉപയോഗിച്ചാൽ ഇന്ത്യക്ക് ശക്തമായി തിരിച്ചടി നൽകാൻ സാധിക്കുമെങ്കിലും അത് ഇരു രാജ്യങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ വരുത്തി വയ്ക്കുമെന്നുള്ളത് തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. അതിനാൽ തന്നെ അത്തരമൊരു ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടത് ഇന്ത്യയുടെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായേക്കാം. 2025 മെയ്യിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് ശേഷം അണ്വായുധം ആദ്യം ഉപയോഗിക്കില്ല എന്ന നയത്തിൽ നിന്ന് മാറി പകരം അണ്വായുധം മുൻകൂട്ടി ഉപയോഗിക്കാം എന്ന നയം ഇന്ത്യ സ്വീകരിക്കണമെന്നുള്ള വിദഗ്ധ അഭിപ്രായങ്ങൾക്ക് വളരെയധികമാണ് സ്വീകാര്യത കൂടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നയത്തെ പിന്തുണയ്ക്കുന്ന രണ്ട് പ്രധാന വാദങ്ങൾക്കും രാജ്യത്തുടനീളം മാധ്യമ പ്രചരണം ലഭിച്ചു കഴിഞ്ഞു. ഇതിൽ ഒന്നാമതായി ഉള്ളത് പരമ്പരാഗത ആയുധക്കരുത്തിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്ന ഇന്ത്യക്കെതിരെ പ്രസ്തുത ശേഷിയിൽ തുലോം പിന്നിട്ടു നിൽക്കുന്ന പാകിസ്ഥാൻ ആദ്യം ആണവായുധം പ്രയോഗിക്കുമെന്നുള്ള ഒരു പ്രധാന ആശങ്കയാണ്. അങ്ങനെയൊരു സാഹചര്യം ഒഴിവാക്കാൻ പാകിസ്ഥാന്റെ അണ്വായുധ ശേഷിക്ക് നേരെ ഒരു പ്രീ എംപ്റ്റീവ് സ്ട്രൈക്ക് നടത്താനുള്ള നയം ഇന്ത്യക്ക് സ്വീകരിക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ന്യായവും. ഇന്ത്യക്ക് മേൽ പാകിസ്ഥാൻ ആണവായുധം ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസനീയമായ ഒരു ഇൻ്റലിജൻസ് ഇൻപുട്ട് ലഭിച്ചാൽ പാകിസ്ഥാനിലേക്ക് ഒരു മുൻകൂർ ആക്രമണം നടത്താനുള്ള ശേഷി ഇന്ത്യക്കുണ്ടാകുന്നത് രാജ്യത്തിൻ്റെ പ്രതിരോധ ശേഷിക്ക് തന്ത്രപരമായൊരു മേൽക്കൈ നൽകുമെന്നതായിരുന്നു ഇതിന് കാരണവും. രണ്ടാമതായി, ഇത്തരമൊരു സിദ്ധാന്തത്തിലേക്ക് മാറുന്നതിലൂടെ കഴിഞ്ഞ അരനൂറ്റാണ്ടായി തങ്ങളുടെ ഒന്നാം നമ്പർ ശത്രുവും മറ്റൊരു വൈരിയായ പാകിസ്ഥാന്റെ ഉറ്റമിത്രവുമായ ചൈനയുടെ ആക്രമണോത്സുകതയെ ഇന്ത്യക്ക് കൃത്യമായി ഒതുക്കി നിർത്താൻ കഴിയുമെന്നുള്ള ഒരു വാദമാണ്. തന്മൂലം പാകിസ്ഥാനുമായി ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം ചൈനീസ് ഭീഷണിയെ നേരിടാൻ ഇന്ത്യക്കാവും. എന്നാൽ അണ്വായുധം ആദ്യം ഉപയോഗിക്കില്ല എന്ന നയത്തിൽ നിന്ന് മാറി അണ്വായുധം മുൻകൂട്ടി ഉപയോഗിക്കാമെന്ന നയം ഇന്ത്യ സ്വീകരിക്കുന്നതിനെ എതിർക്കുന്ന ചില വിദഗ്ധ അഭിപ്രായങ്ങളും രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന മാധ്യമ ചർച്ചകളിൽ ഇടം പിടിക്കുന്നുണ്ട്. ഇതിലും പ്രധാനമായി രണ്ട് വാദങ്ങളാണ് മുഖ്യമായി ഉയർന്നു വരുന്നതും. ഒന്നാമതായി, മുൻകൂട്ടി ഉപയോഗിക്കാമെന്ന നയം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായയെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്നുള്ള ഒരു ആശങ്കയാണ്. ഉത്തരവാദിത്തമുള്ള ഒരു പ്രഖ്യാപിത ആണവശക്തി എന്ന നിലയിൽ വർഷങ്ങളായി ഇന്ത്യ നേടിയെടുത്ത ഉറച്ച വിശ്വാസ്യത ഈ ഒരു മാറ്റത്തിലൂടെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നതാണ് ഇതിനെ എതിർക്കുന്നവരുടെ ന്യായം. തൽഫലമായി ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയെ ഒരു ആക്രമണോത്സുക രാജ്യമായി കാണാൻ ഇടയാവുകയും അത് ന്യൂഡൽഹിയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ കാര്യമായ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുമെന്നാണ് ഈ വിമർശകർ പറയുന്നത്. രണ്ടാമതായി, മുൻകൂട്ടി ഉപയോഗിക്കാം എന്ന ഈ നയം ദക്ഷിണേഷ്യയിലെ ആണവായുധ മത്സരത്തിന് ഒരു വർദ്ധിത വേഗം നൽകുകയും അത് പാകിസ്ഥാനെ കൂടുതൽ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്ക് വളരുകയും ചെയ്യുമെന്നുള്ള ഒരു സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ പ്രസ്തുത സ്ഥിതിവിശേഷം ഇസ്ലാമാബാദിനെ വലിയൊരു അണ്വായുധ പന്തയത്തിനും അനുബന്ധമായി അതിനൂതന ആയുധങ്ങളുടെ വികസനത്തിനും പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കുമെന്നാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ തങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന സൈനിക വെല്ലുവിളികളിലെ തീവ്രത 2025 ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് ശേഷം വർദ്ധിച്ചത് സ്വന്തം അണ്വായുധ നയത്തിൽ ഒരു പുനഃപരിശോധന വേണമോ ഇല്ലയോ എന്ന് രാജ്യത്തിനകത്തും പുറത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടനേകം വാദപ്രതിവാദങ്ങളിൽ കൃത്യമായൊരു പരിണാമമുണ്ടാക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചേക്കാം. എങ്കിലും വ്യക്തമായ ഈ ഇന്ത്യൻ ആണവായുധ നയം മാറ്റുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അതിസങ്കീർണവും ബഹുമുഖവുമാണ്. ആദ്യം അണ്വായുധം ഉപയോഗിക്കില്ല എന്ന നയത്തിന് അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. ഒരു വശത്ത് ഈ നയം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ സത്പേരിനെ സഹായിക്കുകയും ആണവായുധങ്ങളുടെ ഉപയോഗം പരമാവധി ഒഴിവാക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമ്പോൾ, മറുവശത്ത് പാകിസ്ഥാനെയും ചൈനയും പോലുള്ള ചതിയന്മാരായ അയൽ രാജ്യങ്ങളുടെ ഭീഷണി അധികരിക്കുന്നത് ഇത്തരമൊരു നയം പുലർത്തുന്ന ഇന്ത്യക്ക് കുറേയധികം ശാക്തിക പോരായ്മകൾ സമ്മാനിക്കുന്നു. മുൻകൂട്ടി ആണവായുധം ഉപയോഗിക്കാം എന്ന നയം സ്വീകരിക്കുന്നതിന് അനുകൂലവും പ്രതികൂലവുമായ ശക്തമായ വാദങ്ങൾ പരിഗണനയിലുണ്ട്. എന്നിരിക്കെ പാകിസ്ഥാൻ ആദ്യം ആണവായുധം ഉപയോഗിക്കാനുള്ള സാധ്യതയും അതിനൊപ്പം വളർന്നുവരുന്ന സുരക്ഷാ ഭീഷണികളും ചിലപ്പോൾ ഇന്ത്യയെ ഈ നയം പുനഃപരിശോധിക്കാൻ പ്രേരിപ്പിച്ചേക്കാം. എന്നാൽ ഈ നയം മാറ്റുന്നതിലൂടെ ഉണ്ടാകാവുന്ന അന്താരാഷ്ട്രപരമായ പ്രത്യാഘാതങ്ങളും തൽഫലമായി മേഖലയിലെ സുരക്ഷാസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങളും വളരെ ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട്. ജയ് ഹിന്ദ്. ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ രൂപപ്പെടുത്തുന്ന നിർണായക ഘടകങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്ന വിശ്വസനീയമായ മലയാളം ചാനലാണ് ചാണക്യ. നിങ്ങൾക്കും നിങ്ങളുടെ ബ്രാൻഡിനും ഞങ്ങളോടൊപ്പം ചേർന്ന് പരസ്യം നൽകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 9947590027.